അഡ്വക്കേറ്റ് മരുതൻകുടി സതീഷ് കുമാർ, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. നോക്കൂ, വിശ്വസിക്കേണ്ട, എല്ലാവരെയും വിശ്വാസത്തിലെടുക്കേണ്ട, എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു സ്ഥാപനം. അങ്ങ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് PSC ചെയർമാന് ഭരണഘടനാപരമായ സംരക്ഷണമുണ്ട് എന്നാണ്. ആ സംരക്ഷണം എന്തും ചെയ്യാമെന്ന, അല്ലെങ്കിൽ ആ സംരക്ഷണം ഉപയോഗിച്ച് മുതലെടുപ്പ് നടത്താമെന്ന അവസ്ഥയിലേക്കോ PSC ചെയർമാനെ കൊണ്ടെത്തിക്കുന്നത്? PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് എന്ത് കുഴപ്പങ്ങളും അവിടെ ചെയ്യാനുള്ള അവകാശം PSC ചെയർമാനോ PSC ജീവനക്കാർക്കോ PSC അംഗങ്ങൾക്കോ ഇല്ല. ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് സ്വതന്ത്രമായും നീതിപൂർവമായും നിഷ്പക്ഷമായും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യാനും ഉള്ളൊരവകാശമാണ്. അതിന് കേരളത്തിലെ ഗവൺമെൻറ്റോ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റോ പബ്ലിക് സർവീസ് കമ്മീഷനെ കടന്നാക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭരണഘടനാപരമായൊരു സംരക്ഷണം കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ചെയർമാൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് പ്രഥമനാണ്. എല്ലാ കാര്യങ്ങളിലും അവസാനത്തെ വാക്ക് PSC ചെയർമാൻ്റെതാണ്. ഇപ്പോഴത്തെ PSC ചെയർമാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായൊരു ചെയർമാനുമാണ്. നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ സാധാരണ പൊതുരംഗത്തു നിന്നോ മറ്റു രംഗങ്ങളിലോ വന്നവരാണ്. പക്ഷേ ഇപ്പോഴത്തെ ചെയർമാൻ ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ടാണ്. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ വിഭാഗത്തിലെ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഇന്നത്തെ പുതുക്കിയ സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായും ശരിയായും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരേ ഒരാൾ PSC ചെയർമാൻ തന്നെയുള്ളൂ, അവിടുത്തെ കമ്പ്യൂട്ടർ വിഭാഗം ഒഴിച്ചാൽ. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കമ്പ്യൂട്ടറിൽ അതിവിദഗ്ധനാകുമ്പോൾ സ്വാഭാവികമായി കമ്പ്യൂട്ടർ മുഖാന്തരം എന്തെല്ലാം ചെയ്യാമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായി അറിയാം. അവിടെയുള്ള ഏതാനും ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ആ ജീവനക്കാർ പരമ്പരാഗത ജീവനക്കാരും ആ ഭാഗത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്ത് ചെയ്യാമെന്നുള്ള കാര്യം വ്യക്തമായി അറിയാം. ആ വ്യക്തതയോടുകൂടിയുള്ള പ്രവർത്തനം ഒരുപക്ഷെ ഇതിലേക്കൊക്കെ നയിച്ചേക്കാം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക അല്ലെ ചോദ്യം ചെയ്യാനുള്ളൊരു പ്രതിപക്ഷം ഉണ്ടാകണം. അവിടെ ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതിന് എതിർ ശബ്ദങ്ങളില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദങ്ങളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായി എന്തും ചെയ്യാനുള്ള ഒരു വലിയ പരമാധികാരം കിട്ടിയ വളരെ ഭാഗ്യവാനായ ഒരു ചെയർമാനാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഞാനൊരു 30 വർഷക്കാലം PSCയിൽ 3 പതിറ്റാണ്ട് PSCയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം 10 വർഷക്കാലമായി ഹൈക്കോടതിയിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും അഭിഭാഷകനായി ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിനിടയിൽ ഈ 10 വർഷക്കാലം ഞാൻ കേട്ട കോടതി കേസുകളൊക്കെ നോക്കുമ്പോൾ PSCയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു വലിയ അതിശയം എനിക്ക് തോന്നുന്നുണ്ട്. നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് ശരിയാണ്. PSC മെമ്പറായി വന്നു പോകുന്ന അവസരത്തിൽ കുടുംബത്തിലെ അംഗങ്ങൾ പോലും പിണങ്ങിപ്പോയ കാര്യമുണ്ട്. അവർക്കൊരു ജോലി കൊടുക്കാത്തതിൻ്റെ പേരിൽ പറഞ്ഞ 100% ഞാൻ അടിയൊരായിട്ട് അംഗീകരിക്കുന്നു. അതും ഒരു CPMൻ്റെ മെമ്പറാണ് എന്നോട് പറഞ്ഞ കേസാണ്, ഒരു CPM മെമ്പർ. പക്ഷേ ഇന്ന് അങ്ങനെ പറയാൻ ഒരാൾ പോലും അവിടെ ഇല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, PSCയുടെ ചോദ്യപേപ്പർ, ഞാനിപ്പോൾ സംശയിക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം കേട്ടു നോക്കുമ്പോൾ PSC ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്നത് ചെയർമാനാണ്, അതിനുള്ള ആൾക്കാരെ നിർദ്ദേശിക്കുന്ന ചെയർമാനാണ്. പല പരീക്ഷകളിലും ഒറ്റ ചോദ്യപേപ്പർ വെച്ച് പരീക്ഷ നടത്തിയോ എന്നുള്ള ബലമായ സംശയം ഈ സാഹചര്യങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. 3 ചോദ്യപേപ്പർ വരികയും 3 ചോദ്യപേപ്പറിൽ നിന്ന് 1 നറുക്കിട്ടെടുത്ത് പരീക്ഷ നടത്തുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ ഒറ്റ ചോദ്യപേപ്പർ വെച്ചുകൊണ്ട് പരീക്ഷ നടത്തിയത് കൊണ്ടാകാം എല്ലാ പരീക്ഷകളും എന്ന് പറയുന്ന പോയിന്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണം വേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാൻ കേരളകൗമുദിയിൽ വന്ന വാർത്ത പറഞ്ഞുവല്ലോ, 54 ചോദ്യങ്ങൾക്ക് തുടരെ B ആണ് ഉത്തരം. അതെ, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉത്തരം വരാനുള്ള സാഹചര്യം ഒരു കാരണവശാലും B അല്ല, അത് 6 ആക്കായിട്ടാണ് വരേണ്ടത്. ABCD എന്ന് പറയുന്നത് മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വരുന്നത്. പക്ഷെ അതിന് പകരം ഒരേ ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരം. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിനകത്ത് പല തരത്തിലാണ് ഇന്നിപ്പോൾ അവിടെ അഴിമതികൾ കോടതിയുടെ മുമ്പിൽ വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നടക്കുന്ന അന്വേഷണം പോലും കോടതിയുടെ മുമ്പിൽ വന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറം ലോകം അറിയുന്നത്. അതറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും പുറത്തു വരികയില്ലായിരുന്നു. നിയമനത്തിൽ നടത്തുന്ന അവസരത്തിൽ നോട്ടിഫിക്കേഷനകത്ത് ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുന്നത് അഴിമതി കാണിക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മാർക്ക് അവാർഡ് ചെയ്യുന്നതിൽ അഴിമതിയുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിയമനം നടത്തുമ്പോൾ വേക്കൻസി ഒഴിച്ചിട്ടിട്ട് അഴിമതി നടത്തുന്നുണ്ട്. നിയമനം കിട്ടുന്ന അർഹതയില്ലാത്ത ഉദ്യോഗാർത്ഥി അർഹതയുള്ള ഉദ്യോഗാർത്ഥിയാക്കി മാറ്റി അർഹതയുള്ളവനെ പുറന്തള്ളിക്കൊണ്ട് അയാൾക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതാണ് ഹെഡ് ഓഫ് സെക്ഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പോളിടെക്നിക്കിൻ്റെ തസ്തികയിൽ വന്നത്.
അർഹതയുള്ള ആളിനെ പുറത്താക്കി, അർഹതയില്ലാത്ത ആളിനെ അകത്താക്കി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അധികമായ മാർക്ക് കൊടുത്ത പരാതികൾ നിരവധിയുണ്ട്. പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷനാണ് PSC. അല്ല, ഇതൊരു പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷൻ എന്നല്ല. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും വളരെ നല്ലവരായിരുന്നു, മെച്ചപ്പെട്ടവരായിരുന്നു, രാഷ്ട്രീയ ഭേദമന്യേ. പക്ഷെ ഇന്ന് അതിനവർക്കൊരു അവസരവും കൂടെ കിട്ടിയിരിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ അവരുടെ ഈ ക്രെഡിബിലിറ്റിയെ പറ്റി നമുക്ക് സംശയം എന്തുണ്ട്? ആ ക്രെഡിബിലിറ്റി മാത്രമല്ല, ഇങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യവും കൂടെ വന്നു. രണ്ട് രീതിയിലാണ്. അങ്ങ് പരീക്ഷാ കൺട്രോളറായിരിക്കുന്ന സമയവും ഈ പുതിയ കാലവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ അങ്ങേ ആശങ്കപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യം അലട്ടുന്നത്. ഇതൊക്കെ PSCയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം വ്യക്തമായ ചട്ടങ്ങളുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അങ്ങനെ വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും അതേപടി പാലിച്ചിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അഴിമതിയിലോട്ടും വരില്ലായിരുന്നു. ഇന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ, ഇന്ന് പണ്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കാസർഗോഡ് ജില്ലാ ഓഫീസിലെ ഒരു വിവരത്തെ പറ്റി ചോദിച്ചാലും തിരുവനന്തപുരത്തൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചോദിച്ചാലും ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഒന്നുകിൽ നടക്കും അല്ലെങ്കിൽ നടക്കില്ല. ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് കിട്ടുന്നത്. ആ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കിട്ടുന്ന എന്തുകൊണ്ടാണ്? അത് ഒരേ കാര്യത്തിൽ തന്നെ ചിലത് നടക്കും, നടക്കില്ല. നടത്താം, ചിലത് നടത്താം. അത് നടത്താമെന്ന് പറയുമ്പോൾ അവിടെ സാമ്പത്തിക അഴിമതി മാത്രമല്ല, സ്വജനപക്ഷപാതത്തിന്റെ അഴിമതിയും വളരെ പ്രസക്തമാണ്. അപ്പോൾ അത്തരത്തിലൊരു അഴിമതി അവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നിഷ്പക്ഷമായും നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴെങ്കിലും ഇത്രയും അന്വേഷണം നടക്കാൻ കാരണം കോടതികളിൽ വന്ന കേസുകളിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്നത്. വിവരാവകാശ നിയമപ്രകാരം പോലും വ്യക്തമായ ഒരു നിയമം കൊടുക്കാതെ, അതുപോലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന അവസരത്തിലൊക്കെ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ മറച്ചു കൊച്ചുകൊണ്ട് കൊടുക്കുന്ന സംഗതിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. പ്ലാനിംഗ് ബോർഡിലെ ഇപ്പോൾ കുറച്ച് ചോദ്യപേപ്പർ ഒഴിവാക്കിയതാണ് പറയുന്നത്. ഇതിൻ്റെ ആദ്യ സെലക്ഷൻ ഉണ്ടായിരുന്നു 2019. അന്ന് ചെയ്തത് അർഹതയില്ലാത്ത മാർക്ക് ഇൻ്റർവ്യൂവിന് കൊടുത്തുകൊണ്ടാണ് അഴിമതി കാണിച്ചത്. 40 മാർക്കിൽ 39 മാർക്ക് കൊടുത്തു. 40-ൽ 39 എന്ന് പറഞ്ഞാൽ 99.5% മാർക്ക്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ വിധി അനുസരിച്ച് ഒരു ഇൻ്റർവ്യൂവിന് 14 മാർക്കുകൾ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 28 മാർക്ക്, 200 മാർക്കിൽ 40 വരുമ്പോൾ 28 മാർക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് 39 മാർക്ക് കൊടുത്ത് 3 ഉദ്യോഗാർത്ഥികളെ നിയമനത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നീട് അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇനിമേൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന സെലക്ഷനിലാണ് എന്നാൽ അത് പറ്റില്ല എങ്കിൽ അടുത്തത് ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാമെന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നത്. ഇത് വളരെ ആശങ്കാജനകമാണ്. അതെല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമുണ്ട്. നേരത്തെ ഹാഷിം അരിയിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, അർഹതപ്പെട്ടവരെ അംഗീകരിക്കുക തന്നെയാണ്. പക്ഷേ അർഹതപ്പെട്ട ചിലരെ ഒഴിവാക്കിക്കൊണ്ട് ആ ഇടത്തേക്ക് മറ്റു ചിലരെ, അനർഹരായവരെ, പരീക്ഷ എഴുതി 1ാം റാങ്ക് നേടിയവരെ ജയിലിനുള്ളിലിരുത്തി വീണ്ടും പരീക്ഷ എഴുതിച്ചാൽ 0 മാർക്ക് മാത്രം കിട്ടുന്നവരെ എന്തിനാണ് തിരികെ കയറ്റുന്നത്? അത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിലാണെന്ന ഓർമ്മ വേണം. ഈ മുൻ പരീക്ഷാ കൺട്രോളർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറച്ച് അധിക സമയം കൊടുത്തത്. അങ്ങനെ ഓരോ കള്ളികളും പുറത്തേക്ക് വരട്ടെ.